നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത ഒരു പരിപാടി വൈറ്റ് ഹൗസിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്കായി ഒരുക്കിയിരുന്ന ഒരു അത്താഴ വിരുന്ന്. നിരവധി മാധ്യമ പ്രവർത്തകരും അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിരവധി ട്രംപ് ഉൾപ്പെടെയുള്ള VVIPകളും പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡിന്നർ മീറ്റിംഗ് ആയിരുന്നു അത്. എന്നാൽ ആ ഡിന്നർ മീറ്റിംഗ് ഇപ്പോൾ കുപ്രസിദ്ധി നേടുകയാണ്. അത് മറ്റൊന്നുമല്ല, ഒരു അക്രമി ആ ഡിന്നർ മീറ്റിംഗിലേക്ക് കടന്നു വരികയും വെടിവെപ്പ് നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഇയാളെ കീഴടക്കി സീക്രട്ട് സർവീസ്. ട്രംപ് ഉൾപ്പെടെയുള്ള ഈ VVIPകളെ അവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞു. പക്ഷേ എങ്കിലും അമേരിക്കയ്ക്ക് ഇപ്പോഴും നാണക്കേട് മാറ്റാൻ കഴിയുന്നില്ല. ഈ സംഭവം അമേരിക്കയുടെ ഒരു വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്, ഇൻ്റലിജൻസ് പിഴവ് തന്നെയാണ് എന്ന് വിലയിരുത്തുകയാണ് അമേരിക്കൻ ഏജൻസികൾ തന്നെ. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും അധികം സുരക്ഷാ സന്നാഹങ്ങളുള്ള രാജ്യം എന്നാണ് അമേരിക്ക അഹങ്കരിക്കുന്നത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സുരക്ഷാ വലയത്തിനുള്ളിൽ നിൽക്കുന്ന വ്യക്തിയാണ് അമേരിക്കൻ പ്രസിഡന്റ്. എന്നിട്ടും ഇങ്ങനെ ആയുധധാരിയായ ഒരു മനുഷ്യൻ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ 45 മീറ്റർ വരെ ദൂരത്തെത്തുകയും വെടിവയ്പ് നടത്തുകയും ചെയ്ത സംഭവം എങ്ങനെ ഉണ്ടായി എന്ന് ഇഴകീറി പരിശോധിക്കുകയാണ് അമേരിക്കയുടെ സുരക്ഷാ ഏജൻസികൾ. FBI-യും CIA-യും എല്ലാം ഇക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തുകയാണ്. കാരണം അമേരിക്കയ്ക്ക് വലിയ നാണക്കേടാണ് സംഭവിച്ചിട്ടുള്ളത്. സീക്രട്ട് സർവീസിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും സീക്രട്ട് സർവീസാണ് ഈ വലിയൊരു അപകടത്തെ തടഞ്ഞതെന്നുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട്. എങ്കിലും അമേരിക്കൻ ഭരണകൂടം ഗൗരവകരമായ രഹസ്യാന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. കാരണം ഇയാൾ കേവലം ഒരു ആയുധധാരി മാത്രമായിരുന്നില്ല. ഇയാളുടെ പക്കൽ നിരവധി തോക്കുകളും കത്തിയടക്കമുള്ള മറ്റ് ആയുധങ്ങളും ഉണ്ടായിരുന്നു. ഇയാൾ വളരെ ദൂരത്തു നിന്നും, കാലിഫോർണിയയിൽ നിന്നും യാത്ര ചെയ്ത് ഈ ഡിന്നർ മീറ്റിങ്ങിനെ ലക്ഷ്യമാക്കി വന്നതാണ്. മാത്രമല്ല, ഇയാൾ ഈ ഡിന്നർ മീറ്റ് നടക്കുന്ന ഈ ഹോട്ടലിൽ 2 ദിവസമായി മുറിയെടുത്ത് താമസിച്ച് ആക്രമണത്തിനായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി വരികയുമായിരുന്നു. എന്തുകൊണ്ടാണ് പേരുകേട്ട അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസിക്ക് ഈ ആക്രമണം നേരത്തെ തന്നെ മുൻകൂട്ടി അറിയാൻ കഴിയാതെ പോയത് എന്ന ചോദ്യത്തിനാണ് ഇപ്പോൾ അമേരിക്ക ഉത്തരം നൽകാൻ ബുദ്ധിമുട്ടുന്നത്. ഇത് വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ് എന്നവർ ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. അക്രമി ഒരു ചരിത്ര അധ്യാപകനാണെന്നും ഉന്നത വിദ്യാഭ്യാസമുള്ളവനാണെന്നും മാത്രമല്ല ട്രംപ് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, അതുപോലെ തന്നെ ട്രംപ് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നും ട്രംപിനെതിരെയുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നയാളാണെന്നും പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളുടെ ലക്ഷ്യം ട്രംപ് ആയിരുന്നു എന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘം ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഇയാൾ ഉത്തരം നൽകുന്നുണ്ട്. ട്രംപിനെ കൊല്ലുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇയാൾ അവിടെ എത്തിയിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പും പലതവണ ഈ ട്രംപ് വധശ്രമത്തിന് ഇരയായിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്താണ് ഒരു വലിയ ആക്രമണം അദ്ദേഹത്തിന് നേരെ ഉണ്ടായത്. ആ വെടിവെപ്പിൽ നിസ്സാരമായി മാത്രമാണ് ട്രംപിന് പരിക്കേറ്റുകൊണ്ട് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി മാറിയിരിക്കുന്നു. മാത്രമല്ല, അമേരിക്ക ഇപ്പോൾ യുദ്ധമുഖത്തുമാണ്. ആക്രമണം തുടങ്ങി ആദ്യ മണിക്കൂറുകൾ തന്നെ ഇറാന്റെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്തിയിരുന്നു അമേരിക്കൻ സൈന്യം. ഈ അമേരിക്കൻ സൈന്യത്തിന് നേതൃത്വം നൽകിയ ട്രംപിന് ലോകത്തിൽ വളരെ ഗുരുതരമായ സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അമേരിക്കയുടെ സുരക്ഷാ ഏജൻസികൾ ട്രംപിൻ്റെ സുരക്ഷയെ അത്ര കണ്ട് ബലപ്പെടുത്തിയില്ല എന്നതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തെ തുടർന്ന് ട്രംപിൻ്റെ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ട്രംപിനെ വധിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്ന് നേരത്തെ തന്നെ വിവരങ്ങളുള്ളതായിരുന്നു. പക്ഷേ അപ്പോഴും ട്രംപ് പങ്കെടുക്കുന്ന പരിപാടിയിൽ ട്രംപ് മാത്രമല്ല, ട്രംപിൻ്റെ കുടുംബാംഗങ്ങളായ ഭാര്യ ഉൾപ്പെടെയുള്ള മറ്റ് അംഗങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും സംഘവും ഉണ്ടായിരുന്നു. അതോടൊപ്പം മന്ത്രിസഭാംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ VVIPകളുടെ ഒരു നിര തന്നെ ഉണ്ടായിരുന്ന വലിയ ചടങ്ങിലേക്കാണ് അക്രമി ഇങ്ങനെ നുഴഞ്ഞു കയറിയത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാണക്കേടായി മാറിയിരിക്കുന്നു. CIA-യും FBI-യും അവരവരുടേതായ രീതിയിൽ ഈ കേസിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ഇറാൻ പറയുന്നത് ഇതൊരു വലിയ നാടകമാണ് എന്നാണ്. ഡൊണാൾഡ് ട്രംപിന് അമേരിക്കൻ ജനങ്ങൾക്കിടയിൽ ഉള്ള പിന്തുണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇറാനോട് തോറ്റുകൊണ്ടിരിക്കുന്ന അമേരിക്കയോട്, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റിനോട് അമേരിക്കയിലെ ജനങ്ങൾക്ക് ഇപ്പോൾ പുച്ഛമായി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനപിന്തുണ ആർജിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തനിക്കെതിരെ ഒരു വധശ്രമം ട്രംപ് തന്നെ ഒരു നാടകമായി ഒരുക്കുകയായിരുന്നു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ കൊലയാളിക്ക് ഇറാനുമായി എന്തു ബന്ധമാണുള്ളത്? ഇറാൻ്റെ ചാര സംഘടനയുമായി എന്തു ബന്ധമാണുള്ളത്? ഇറാൻ
ഇറാൻ സൈന്യമായ IRGC-യുമായി എന്തു ബന്ധമാണുള്ളത്? ഇതാണ് ഇപ്പോൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ യുവാവിനെ ചോദ്യം ചെയ്ത് പൂർത്തിയായിരിക്കുന്നു. ഇയാളുടെ ലക്ഷ്യം ട്രംപ് തന്നെയായിരുന്നു എന്ന് വ്യക്തമാണ്. ഇനി ഇയാൾക്ക് പിന്നിൽ കരങ്ങളുണ്ടോ എന്നാണ് അമേരിക്ക ഇനി അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. അമേരിക്കയിൽ ഇത്തരത്തിൽ ഒരാക്രമണം ഇനി ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സുരക്ഷാ ഏജൻസികൾ സ്വീകരിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരവും.